പുതിയ ദലൈലാമയെ കണ്ടെത്തുന്നതിനെ ചൊല്ലി ചൈനയും ടിബറ്റൻ ദലൈലാമ ട്രസ്റ്റും തമ്മിലുള്ള തർക്കമെന്ത്? തന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള പൂർണ്ണാധികാരം ഗാർഡൻ പതിറാങ് എന്ന ട്രസ്റ്റിനാണെന്നും ചൈനയടക്കം ഒരു ബാഹ്യശക്തിക്കും അതിൽ ഇടപെടാൻ അവകാശമില്ലെന്നുമാണ് തന്റെ 90-ാം ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് 14-ാം ദലൈലാമ ടെൻസിൻ ഗ്യാറ്റ്സോ പ്രഖ്യാപിച്ചത്. പുതിയ ലാമയ്ക്കായുള്ള തെരച്ചിലിൽ ടിബറ്റൻ ബുദ്ധ പരമ്പരാചാര്യന്മാരും ആധികാരിക ധർമ്മ സംരക്ഷകരും മാത്രമാണ് ഉൾപ്പെടേണ്ടതെന്ന് 14-ാം ദലൈലാമ എടുത്തു പറഞ്ഞു. ദലൈലാമയുടെ പുനരവതാരം പാരമ്പര്യങ്ങളെ ഭേദിച്ച് ചൈനയ്ക്ക് പുറത്താവാമെന്നും അതൊരു സ്ത്രീയോ മുതിർന്നയാളോ ആവാമെന്നും ദലൈലാമ സൂചിപ്പിച്ചിരുന്നു. സുവർണ കുംഭത്തിലെ നറുക്കെടുപ്പ് പോലെയുള്ള ചിങ് രാജവംശകാലത്തെ പതിവ് ഉയർത്തിയാണ് ദലൈലാമയെ കണ്ടെത്താനുള്ള അധികാരം തങ്ങൾക്കാണെന്ന് ചൈന വാദിക്കുന്നത്. ടിബറ്റിന്റെ ഫലപ്രദമായ ഭരണ നിർവഹണമെന്ന ലക്ഷ്യമുയർത്തി 1792-ൽ ചിയാൻലോങ് ചക്രവർത്തി അവതരിപ്പിച്ച ചട്ടമാണ് ഈ പ്രക്രിയയ്ക്ക് ആധാരം. ലാമ പരമ്പരയുടെ തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ ഒഴിവാക്കുകയായിരുന്നു ചട്ടത്തിന്റെ പ്രഖ്യാപിത ധർമ്മം. ആ വകുപ്പ് കൊണ്ടുവന്നതിലൂടെ ടിബറ്റിന്റെ മത നേതൃത്വത്തിന്മേൽ നിയന്ത്രണവും ചിയാൻലോങ് ചക്രവർത്തി ഉറപ്പാക്കി. ഒരു സുവർണ കുംഭത്തിൽ നിക്ഷേപിക്കപ്പെട്ട ദലൈലാമയുടെ പുനരവതാരമാകാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ എഴുതിയ താളുകളിൽ നിന്ന് ദൈവിക നിയോഗത്താൽ നറുക്കെടുക്കപ്പെടുന്നതാണ് ചൈനീസ് അംഗീകൃത ദലൈലാമ തെരഞ്ഞെടുപ്പ് രീതി. ചൈനീസ് സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ആ നറുക്കെടുപ്പ് നടത്തുന്നതും. തെരഞ്ഞെടുക്കപ്പെട്ട പേര് ചൈനീസ് സർക്കാർ അംഗീകരിക്കുകയും വേണം. പക്ഷേ ലാമ തെരഞ്ഞെടുപ്പിൻ്റെ ഈ രീതി സ്ഥിരമായി ഉപയോഗിക്കപ്പെടാറില്ല. 10, 11, 12 ദലൈലാമമാരെ ഈ രീതിയിൽ തെരഞ്ഞെടുത്തപ്പോൾ 13ഉം 14ഉം ലാമമാരെ ടിബറ്റൻ മഹായാന പാരമ്പര്യപ്രകാരം ദർശനങ്ങളുടെയും പരീക്ഷകളുടെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുത്തത്. 15ാം ദലൈലാമയുടെ തെരഞ്ഞെടുപ്പിലും സുവർണകുംഭത്തിൽ നിന്നുള്ള നറുക്കെടുപ്പ് രീതി തന്നെ വേണമെന്ന് ചൈന വാശി പിടിക്കുന്നു. ആ പദവിയുടെ ആധികാരികത ഉറപ്പാക്കാൻ ചരിത്രപരമായ ആ രീതിയാണ് വേണ്ടതെന്ന് ചൈനീസ് ഭരണകൂടം വാദിക്കുന്നു. ദലൈലാമയും ധരംശാലയിലുള്ള ടിബറ്റൻ പ്രവാസ ഭരണകൂടവും ഈ നിലപാടിനെ തള്ളിക്കളയുന്നു. ചിങ് രാജവംശകാലത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് സുവർണ കുംഭ രീതിയെന്നും അത് മതാചാര്യന്മാർ പിന്തുടർന്നിട്ടില്ലെന്നും ദലൈലാമയും പ്രവാസ ടിബറ്റൻ ഭരണകൂടവും വാദിക്കുന്നു. പുനരവതാരങ്ങളെ കണ്ടെത്തുന്നതിൽ ഭരണകൂടങ്ങൾക്ക് പങ്കില്ലെന്നും ടിബറ്റൻ മത നേതൃത്വം പറയുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ചൈനയിൽ മതവിഭാഗങ്ങളുടെ നേതൃത്വം ആരായിരിക്കണമെന്നതിൽ പ്രത്യേക നിഷ്കർഷയുണ്ട് എന്നത് ഇവിടെ ഓർക്കണം. മത നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾക്കും രാജ്യ താൽപ്പര്യങ്ങൾക്കും ഇണങ്ങിയ രീതിയിലാണ് വരുന്നതെന്ന് ഉറപ്പാക്കണമെന്നത് നിർബന്ധമാണ്. കത്തോലിക്ക സഭയുടെയും പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുടെയും അടക്കം ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരെയും ഇസ്ലാം മത ഇമാമുമാരെയും ഒക്കെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പിൽ തദ്ദേശീയ ഇടപെടൽ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രത്യേക സമിതികളുള്ള രാജ്യമാണ് ചൈന. ആ അധികാരത്തിൻ്റെ പേരിൽ പലപ്പോഴും വത്തിക്കാനടക്കമുള്ള മതസംവിധാനങ്ങളുമായി ചൈന പലപ്പോഴും കലഹിച്ചിട്ടുണ്ട്. ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന് അവർ വാദിക്കുന്നത് കൊണ്ട് തന്നെ ടിബറ്റൻ ബുദ്ധിസത്തിലെ ദലൈലാമ, പഞ്ചൻ ലാമ അടക്കമുള്ള സുപ്രധാന പദവികളിലേക്കുള്ള നിയമനങ്ങളും തങ്ങളുടെ അധികാര പരിധിയിലാണെന്നാണ് ചൈനയുടെ നിലപാട്. എന്നാൽ ആ നിലപാടിനോട് ദലൈലാമയും ധരംശാലയിലെ പ്രവാസ ടിബറ്റൻ ഭരണകൂടവും യോജിക്കുന്നില്ല. അതാണ് നിലവിലുള്ള ദലൈലാമ പിൻഗാമി തർക്കത്തിൻ്റെയും പശ്ചാത്തലം. 1995-ലെ പഞ്ചൻ ലാമയെ നിയോഗിക്കലിൽ ചൈനയുടെ സുവർണ കുംഭരീതിയുടെയും ടിബറ്റൻ ബുദ്ധിസ്റ്റ് പാരമ്പര്യത്തിൻ്റെയും അധികാര ബലാബലത്തിൻ്റെ ചരിത്രപരമായൊരു ഉദാഹരണം കാണാം. ടിബറ്റൻ മഹായാന പാരമ്പര്യപ്രകാരം നിത്യപ്രകാശ ബുദ്ധനായ അമിതാഭയുടെ അവതാരവും ദലൈലാമ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മതാചാര്യനുമാണ് പഞ്ചൻ ലാമ. ഇപ്പോഴത്തെ ദലൈലാമ കണ്ടെത്തിയ 11ാം പഞ്ചൻ ലാമയെ ചൈന കസ്റ്റഡിയിലെടുക്കുകയും സ്വന്തം നിലയ്ക്ക് പഞ്ചൻ ലാമയെ സുവർണ കുംഭ രീതിയിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അന്ന് ചൈന കസ്റ്റഡിയിലെടുത്ത 6 വയസ്സുകാരനായ ഗതും ചോക്കി നീമ അങ്ങനെ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ തടവുകാരനായി മാറി. ഇന്നും ആഗോള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ ആശങ്കയാണ് നീമയുടെ സ്ഥിതി എന്താണ് എന്നുള്ളത്. നിർബന്ധിതമായ അപ്രത്യക്ഷമാകൽ എന്ന മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഇരയായാണ് 11ാം പഞ്ചൻ ലാമയെ ആധുനിക ലോകം കാണുന്നത്.